നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MLA.com-ലേക്ക് സ്വാഗതം. ഇന്ന് MLA.com-ൽ നമ്മോടൊപ്പമുള്ളത് കാട്ടാക്കട MLA ശ്രീ MR ബൈജു ആണ്. ആദ്യ ഊഴമാണ് അദ്ദേഹം നിയമസഭ സാമാജികനായി വരുന്നത്. IB സതീഷിനെ CPM-ലെ IB സതീഷിനെ 7000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാട്ടാക്കട MLA ആയി ശ്രീ MR ബൈജു വരുന്നത്. ശക്തനായ 2 എതിർ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. നമുക്കറിയാം BJP-യുടെ മുഖമായ PK കൃഷ്ണദാസ് ആയിരുന്നു BJP-യിൽ നിന്ന് വന്നിരുന്നത്. ഇവരെ എല്ലാം നിലംപരിശാക്കിയാണ് അവിടെ MLA ആദ്യ മുഴം തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കാട്ടാക്കട മണ്ഡലത്തിന് ആവശ്യം, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് സ്വപ്ന പദ്ധതികളായി മനസ്സിലുള്ളത്, അതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം. അപ്പോൾ ചോദിച്ചതുപോലെ തന്നെ MLA.com-ൽ നമ്മൾ പറയുന്നത് MLA-യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു വിജയം, മികച്ച വിജയം തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് അവിടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് പോയ ഒരാളല്ല. കഴിഞ്ഞ ഒരു 10-25 വർഷക്കാലമായി ആ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ആളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. ആ മേഖലയിലാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങുന്നത്. അതുമുതലുള്ള പ്രവർത്തനം സ്വാഭാവികമായിട്ടാണല്ലോ. പഠിച്ചതും എല്ലാം അവിടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് വലിയ നമ്മുടെ ഒരു 10-25 വർഷക്കാലത്തെ പ്രവർത്തനം, അത് ആൾക്കാരുടെ എന്നോടുള്ള ഒരു സ്നേഹവും താല്പര്യം എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടെയാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ ഉറപ്പായിട്ട് ജയിക്കും എന്നുള്ള പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് പോയി എന്നുള്ളത്. എന്തൊക്കെയാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് ജനഹിത സമയത്ത്, എന്തൊക്കെയാണ് പ്രചരണ സമയത്ത് ജനങ്ങൾ ആവശ്യമായി മുന്നോട്ട് വന്നത്? അതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA പ്രതികരിച്ച മണ്ഡലം. പക്ഷെ പുതുതായിട്ട് അവിടെ അദ്ദേഹത്തിനൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. സതീഷ് നമ്മൾ തുടങ്ങി, അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ തുടർന്നു പോവുക എന്നുള്ളതൊഴിച്ച് പുതുതായിട്ടൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞ 1-2 വിഷയങ്ങൾ. ഒന്ന് ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട യുവാക്കൾ. നിങ്ങളുടെ ഒരു സ്വപ്നമാണല്ലോ യുവാക്കൾ, വീടിയുടെയൊക്കെ സ്വപ്നമാണ് യുവാക്കൾ. അതെ. അത് യുവാക്കളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ നമ്മളൊരു ഈ സമൂഹം പേടിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാർ ഈ മയക്കുമരുന്നിന് അടിമയാകുന്നു. അതിൽ പ്രത്യേകിച്ച് MDMA പോലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചതും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും, നമുക്ക് അതിൽ നിന്ന് ചെറുപ്പക്കാരെ പിന്തിരിപ്പിക്കണം. സ്വാഭാവികമായിട്ടും അവരെ കായികമായിട്ട് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളിയിടങ്ങളടക്കം അതിനുവേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കണമെന്നുണ്ട്. അപ്പം ഞാനത് തിരഞ്ഞെടുപ്പ് കാലത്ത് പറയുമ്പോൾ ഇടതുപക്ഷക്കാർ പ്രചരിപ്പിച്ചു അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ലഹരി ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ പറയുന്നുവെന്ന് അവർ പറഞ്ഞു. ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ അവർ ഈ ലഹരി ഉപയോഗം കുറയ്ക്കണമെങ്കിൽ കായികമായി അങ്ങനെ സ്വാഭാവികമായിട്ടും അവരെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിടും. അപ്പോൾ കായിക മേഖല നമ്മൾ കഴിവിൻ്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. അവിടെ പല മേഖല, അതിപ്പോൾ ഫുട്ബോളായാലും ക്രിക്കറ്റായാലും ഏത് തരത്തിലുള്ള കായികമായിട്ട് കുട്ടികളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ഏത് വിധത്തിലുള്ള കളികളായാലും അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്തും. പ്രത്യേകിച്ചും നമ്മുടെ കാട്ടാക്കട ഒരു കായിക ഹബ്ബാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇടതുപക്ഷക്കാർ വ്യാഖ്യാനിച്ച് അത് UDF സ്ഥാനാർത്ഥി പറയുന്ന മുഴുവൻ ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ ലഹരിക്ക് അടിമകളാണെന്ന് ആ വിധത്തിൽ പോലും പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ യുവാക്കളെല്ലാം ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖല, ഒരു ദേശീയ നിലവാരമുള്ള ഒരു സ്റ്റേഡിയം, അതിനൊക്കെ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്, അതിനുള്ള കാശ് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. മാത്രമല്ല ആ നിയോജകമണ്ഡലത്തിലാകമാനം വരുന്ന കായികമായി കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മനസ്സിലുണ്ട്. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും ഭംഗി. അതിൻ്റെ ഒരു ശ്രമം നമ്മൾ നടത്തി തുടങ്ങി. നമ്മുടെ യുവാക്കളെല്ലാം പഠിത്തം കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലേക്കും പോവുകയാണ്.
എങ്ങനെയാണ് കാട്ടാക്കടയിൽ ഒരു മാറ്റം വരാൻ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, കാട്ടാക്കടയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ എം എൽ എയുടെ കാലത്തൊക്കെ അവിടെ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു. അവിടെ തൊഴിൽ മേള സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്ത, അവിടെ സർക്കാരുമായിട്ടുള്ള തൊഴിൽ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആളെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിയത്. നമുക്കത് പറ്റത്തില്ലല്ലോ. നമ്മൾ അതിനിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ ശുപാർശ ചെയ്ത അല്ലെങ്കിൽ അവർ ഈ മുതലാളിമാർ അവരുടെ ഇഷ്ടത്തിന് ജോലിക്കാരെ കണ്ടെത്താനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കുട്ടികളെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായി അവർ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ ആദ്യമേ ഏറ്റെടുക്കുകയാണ്. അത് അവിടെ തന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പഠന സംവിധാനം അത് അവരെ പ്രത്യേകിച്ചും സിവിൽ സർവീസിന് പ്രാപ്തമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ നമ്മുടെ എൻജിനീയറിങ്ങിനും അതുപോലെ എൻട്രൻസ് പരീക്ഷകൾക്ക് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഒരു ആലോചനയുള്ളൂ. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാനുള്ളൊരു ശ്രമം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളല്ല, വാക്ക് പാലിക്കലാണ് ഒരു ഐക്കണാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി വാഗ്ദാനങ്ങൾ UDF സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം പാലിക്കുമെന്ന് ഉറപ്പാണ് ജനങ്ങൾക്ക്. അതിന് തുടക്കമാണ് വയോജനങ്ങളുടെ കാര്യം. ആദ്യം വയോജന വകുപ്പ് തന്നെ ആദ്യം കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് കാട്ടാക്കടയിൽ വയോജനങ്ങൾ, സാധാരണ വൃദ്ധജനങ്ങൾ, പലരും മക്കൾ ഇല്ലാതെ വയസ്സായ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. വയോജനങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലൂടെ പദ്ധതി? പ്രത്യേകിച്ച് വയോജനം അത് സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ അതേപടി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നല്ല, നടപ്പിലാക്കും. ആ കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ വയോജനങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചു. നമ്മളിപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ അത് നമ്മളിപ്പോൾ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു കുടുംബമായി സാഹചര്യങ്ങൾ അവരെ ആ രീതിയിലേക്ക് ചിന്തിക്കും. പക്ഷേ ഈ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരെയും അതുപോലെ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മളൊരു ഭാഗത്ത് അതിനപ്പുറത്തേക്ക് അവരുടെ മാനസികോല്ലാസം കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് ഈ സമൂഹമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ക്ലബ്ബുകൾ പോലെയുള്ള, പ്രത്യേകിച്ച് ഒരു പകൽ സമയങ്ങളിൽ ഒത്തുകൂടുന്നതിന് വേണ്ടിയുള്ള ഇടത്താവളങ്ങൾ അതിനൊരുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരാശയം മനസ്സിലുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. പിന്നോക്കമായ അവസ്ഥയിലുള്ള സാധാരണ ജനങ്ങൾ ഒത്തിരി ഉണ്ടാവും. ചിലപ്പോൾ വിദ്യാഭ്യാസ സാമ്പത്തികമായി പിന്നോക്കമായിരിക്കും, പക്ഷേ അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ പിന്നോക്ക അവസ്ഥയിലുള്ളവരെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? നമ്മളിപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം +2 ഫുള്ള് മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയെ കാണാൻ പോയി. ഫുൾ മാർക്ക് ആ കുട്ടിക്ക് കാണാൻ പോയി. അച്ഛനും അമ്മയും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ കുട്ടിയാണ് ഫുൾ മാർക്ക് വാങ്ങിയത്. അപ്പോൾ അവരെ ആദരിച്ചിറക്കുമ്പോൾ നമ്മളെ അടുത്തുള്ള വേറൊരു ചേട്ടൻ പറഞ്ഞു, തൊട്ടപ്പുറത്തൊരു കുട്ടിക്ക് ഫുൾ മാർക്കിന് 7 മാർക്കിൻ്റെ കുറവുണ്ടെന്ന്. ഞങ്ങളവിടെ പോയി. 7 മാർക്കിൻ്റെ കുറവുള്ളൂ. ആ കുട്ടിയുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. ആ കുടുംബത്തിന് അച്ഛൻ രാവിലെ എണീറ്റ് 2 മണിക്ക് ടാപ്പിങ്ങിന് പോകും. 2 മണിക്ക് ടാപ്പിങ്ങിന് പോയാൽ ഈ അവസാനം ഈ റബ്ബർ പാലൊക്കെ എടുത്ത് എല്ലാം ഒഴിച്ച് എല്ലാം മറ്റു ഷീറ്റ് കടിച്ചിട്ട് വരുമ്പോൾ ഉച്ചവരെയാവും. ആ ഒരു സാഹചര്യത്തിൽ വരുന്ന കുടുംബത്തിലെ സ്ഥിതി നമുക്കറിയാലോ. ഇടവേളകളിൽ കുട്ടിയും അതിനെ സഹായിക്കാൻ പോകും. അതിനിടയിൽ കുട്ടി ബ്ലാക്ക് ബെൽറ്റ് എടുത്തു, കായികമായി പരിശീലിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. അങ്ങനെയുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മളൊരു കൈതാങ് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേകിച്ചും പുനർജനി പോലുള്ള പദ്ധതികൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം. ഇതാ കഴിഞ്ഞ ദിവസം എന്നെ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള അവിടെ അധ്യാപകർക്ക് വന്നപ്പോൾ അവരൊരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് അവർ വസ്തുവാണ്. അപ്പോൾ ഇനി വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് കളക്ഷന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ നോട്ടീസൊക്കെ എനിക്ക് നമ്മൾ അതിനു വേണ്ടി ചിലരെ കണ്ടെത്താൻ വേണ്ടി ഇതെല്ലാം സ്പോൺസറാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ കൈകാര്യം ചെയ്യാൻ കൊടുക്കാൻ മുന്നോട്ട് വരും. ഒരുപാട് പേർ സഹായിക്കും. പക്ഷേ നമ്മളത് ഫലവത്തായി വിനിയോഗിക്കണമെന്നുള്ളത് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടുണ്ടാകും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പരമാവധി സഹായം വാങ്ങിക്കൊടുക്കാൻ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഞാൻ വിളപ്പിശാല ഉൾപ്പെടുന്ന ഭാഗം, വിളപ്പിശാല സമരത്തിലൊക്കെ പങ്കെടുത്ത അതിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പള്ളിച്ചൽ ജില്ലാ മെമ്പറായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള ഫോം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളൊരാൾ രോഗിയെ കാണാൻ പോയാൽ നമ്മൾ അപ്പോൾ തന്നെ ഫോം കൊടുക്കുകയാണ്. അത് ഫില്ല് ചെയ്ത് വാങ്ങി അവർക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായം
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളുടെ കൈകളിലേക്ക് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമൊന്നും എത്തിയിട്ടില്ല. രോഗാതുരരായി കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ് ആയവർക്ക്, അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻ്റ് ആയവർക്കൊന്നും സാമ്പത്തിക സഹായം, വളരെ തുച്ഛമായിട്ടുള്ള സാമ്പത്തിക സഹായമാണ് കിട്ടിയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പദ്ധതികളും പ്രോജക്റ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണമെന്നുള്ളതാണ് മനസ്സിലുള്ള ഏറ്റവും പ്രധാനം. ഇപ്പോൾ ചില വീടുകളിൽ സാമ്പത്തികമായി ഇപ്പോൾ പറഞ്ഞ പോലെ പിന്നോക്കമുള്ളവരുണ്ടാവും, സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. സ്ത്രീകൾക്കൊരു തൊഴിൽ നൽകിയാൽ അവർ ആ കുടുംബത്തിൻ്റെ ഒരു, അപ്പോൾ കുടുംബനാഥൻ മാത്രമല്ല അവർക്കും കൂടി ഒന്ന് കയറി പറ്റിയാൽ, അങ്ങനെ സ്ത്രീകൾക്കും തൊഴിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ, തയ്യൽ തൊഴിലോ എന്ത് മേഖലയായാലും അവർക്കൊരു കൈത്താങ്ങാവാൻ എന്തെങ്കിലും പദ്ധതി. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഈറ്റ തൊഴിലാളികൾ അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. നമ്മൾ ഈറ കൊണ്ടുവന്ന് അതിനെ പരിവർത്തനം നടത്തി അത് നമ്മുടെ പായ അതൊക്കെ നിർമ്മിച്ച്, അല്ലെങ്കിൽ ഈ വട്ടി ഒക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ പല മേഖല, കാട്ടാക്കട അടക്കമുള്ള പല മേഖലകളിലും ഇത്തരത്തിൽ നിർമ്മിച്ച വസ്തുവകളൊക്കെ കെട്ടിക്കിടക്കുക. സർക്കാർ ആ ഭാഗമേ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവിടെ പണി ചെയ്യുന്ന വളരെ പാവപ്പെട്ട അവർക്ക് വേറെ നിവൃത്തിയില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും പലപ്പോഴും പോയിട്ട് അറിയാമല്ലോ, തൊഴിലുറപ്പ് പദ്ധതി കിട്ടുന്ന ഒരു നിശ്ചിതമായ തുക കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കൈത്തൊഴിലുകൾ വളരെ, അത് ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ട ഈ മന്ത്രിമാരൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ചും കാട്ടാക്കട മണ്ഡലത്തിൽ അത് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ് കരുണ്യ പദ്ധതി. ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കരുണ്യ പദ്ധതിയിൽ ഇപ്പോൾ കരുണ്യ നിർത്തിവെച്ചേക്കാണ്. അതൊരു പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ, കാരണം ക്യാൻസർ പേഷ്യൻസ് അടക്കം ആരോഗ്യ മേഖലകളിലടക്കം നിരവധി പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. സർക്കാരിൻ്റെ ആദ്യം 5 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 25 ലക്ഷം രൂപ വരെ അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും അത് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അധികം ഗുണം കിട്ടുന്ന ഈ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്കാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടല്ല. എങ്ങനെയാണ് ഗതാഗതമടക്കം, റോഡുകളുടെ നവീകരണം അടക്കം ഉദ്ദേശിക്കുന്നത്? ഈ നമ്മുടെ ഈ തൊട്ട് മുമ്പ് വരെ അവിടെ ഈ കാട്ടാക്കട KSRTC ഡിപ്പോ, നമ്മുടെ പ്രധാനപ്പെട്ട ഡിപ്പോ, അവിടെ നിന്ന് പല സർവീസുകളും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം നിർമ്മിച്ചു. പ്രത്യേകിച്ചും ദീർഘദൂര സർവീസുകളുടെ കാര്യം അത് സ്വാഭാവികമായിട്ട് നമുക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നു. പക്ഷേ പ്രാദേശിക മേഖലകളിൽ നമ്മളിപ്പോൾ ഈ N സെക്ഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർ അവിടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഞാനവിടെ ജില്ലാ പഞ്ചായത്തിനെ പ്രതിയായിരിക്കുന്നത്. അന്ന് അവിടുത്തെ ഇട റോഡുകളിൽ കൂടെ എല്ലാം ബസ് സർവീസ് ഉണ്ടായിരുന്നു. പക്ഷേ ക്രമേണ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതെല്ലാം നിലച്ച സാഹചര്യം ഉണ്ടായി. ആൾക്കാർ യാത്രയുടെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ള കാര്യം തർക്കമില്ല. അതിൻ്റെ ഒരു പരിഹാരം നടത്തുന്നതിന് വേണ്ടി മന്ത്രിക്ക് കൊടുക്കേണ്ട നിവേദനമടക്കം ഈ റൂട്ടുകളടക്കം നമ്മൾ തയ്യാറാക്കി വെച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഗതാഗത സംവിധാനം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗതാഗത കുരുക്കിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികാരികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതിനോട് സമയം നിശ്ചയിച്ച് ഏറ്റവും അടുത്ത ദിവസങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുൻ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയായിട്ട് സംസാരിച്ചിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 10 വർഷക്കാലം സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ പുത്തനുണർവാണ് നൽകിയത്. ഹൈടെക് വിദ്യാലയങ്ങൾ പണിതു. ഇപ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയും സ്ഥാപനങ്ങളും സ്കൂളുകളും ഇല്ല എന്നാണ്. അത്തരം കാട്ടാക്കടയിൽ എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനം? എന്ത് തോന്നുന്നു, കാട്ടാക്കടയിൽ അങ്ങനത്തെ ഹൈടെക് വിദ്യാലയങ്ങളാണോ ഉള്ളത്? ഈ കെട്ടിടങ്ങൾ പണിയുന്നതുകൊണ്ട് മാത്രം വിദ്യാലയം ഹൈടെക് ആകണമെന്നോ അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരണമെന്നില്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാനിന്നൊരു പാരൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയതാണ്. അവിടുത്തെ, ഞാൻ പേരൊന്നും പറയില്ല, പേര് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും വിമർശിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോയി. അവിടുത്തെ ഒരു സ്കൂൾ, ഞാനൊരു സ്കൂൾ, അതിൻ്റെ പാരൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സമാന്തര വിദ്യാഭ്യാസം, അവിടുത്തെ കുട്ടികളുടെ അവാർഡ് കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന അവിടെ 38 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി. അതിൽ 27 കുട്ടികൾ ഈ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാണ്. അവിടെ പോകുമ്പോൾ മനസ്സിലായത്, ഈ കുട്ടികൾക്ക് മുഴുവൻ വൈകുന്നേരങ്ങളിൽ അവിടെ ക്ലാസ്, സ്പെഷ്യൽ ട്യൂഷൻ, എവിടെ? സ്കൂളിലല്ല, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഈ സമാന്തര വിദ്യാഭ്യാസ രക്ഷകർത്താക്കൾ വൈകുന്നേരം കാത്തിരിക്കും.
അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് അവിടെ സ്പെഷ്യൽ ട്യൂഷൻ നടക്കുകയായിരിക്കും, തീരുമ്പോൾ വിളിച്ചുകൊണ്ട് പോകും. പക്ഷേ അവിടെ അത് മാത്രമല്ല സ്പെഷ്യൽ ട്യൂഷൻ സ്പെഷ്യലാണ്. പക്ഷേ ഈ കുട്ടികൾ, ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ ആ കുട്ടി ഹൃദയസ്ഥമാക്കി തിരിച്ച് പറയിച്ച് ചോദ്യങ്ങൾ ആ കുട്ടിയുടെ ഹൃദയസ്ഥമാക്കിയിട്ട് അധ്യാപകൻ വിടത്തുള്ളൂ. അപ്പോൾ ഒരു കട്ട് ഓഫ് ടൈമിനല്ല. അപ്പോൾ 7 മണി വരെ ക്ലാസ് പറഞ്ഞിരിക്കും. 7 മണിക്ക് പഠിച്ചിരുന്നവർക്ക് രക്ഷകർത്താക്കളെ കൂട്ടത്ത് പോകാം. 7:30 പഠിച്ചിരുന്നാൽ 7:30 പോകാൻ പറ്റും. അപ്പോൾ 8 മണിക്ക് പഠിച്ചിരുന്നാൽ 8 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ. 9 മണി വരെ 10 മണി വരെയും ഈ സമാന്തര വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ പാരലൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ സ്ഥാപനങ്ങളിൽ ഹൈടെക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവിടുത്തെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ അധ്യാപകരെ കൊണ്ട്, അവിടുത്തെ മാനേജ്മെൻറ്റിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അവിടുത്തെ വിദ്യാഭ്യാസം ഉയരത്തുള്ളൂ. ഇതാ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് 2017 അവിടെ സാങ്കേതിക സർവകലാശാല ആരംഭിക്കാൻ ഗവൺമെൻറ് ഉത്തരവിട്ടു. സാങ്കേതിക സർവകലാശാല ആരംഭിക്കാൻ ഉത്തരവിടുമ്പോൾ തിരുവനന്തപുരത്തായിരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. അന്ന് ഉമ്മൻചാണ്ടി സാറും ബഹുമാനപ്പെട്ട ശക്തൻ സാറുമായിട്ടൊക്കെ സംസാരിക്കുന്നു. വിളപ്പിശാല ശവസംസ്കരണശാല മാറ്റുന്ന സ്ഥലത്ത് നമുക്ക് നിർമ്മിക്കാൻ സ്ഥലമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളോട് അനൗദ്യോഗികമായിട്ട് ഉമ്മൻചാണ്ടി സാർ ഉറപ്പ് നൽകിയിരുന്നത്. അന്ന് അനുവദിച്ച സാങ്കേതിക സർവകലാശാലയ്ക്ക് ഒരു കല്ലെടുത്ത് വയ്ക്കുന്നതിന് പോലും നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല 10 വർഷം കൊണ്ട്. അത് വേണ്ടേ, അത് ചെയ്യണ്ടേ? അത് ചെയ്യാതെ പ്രഖ്യാപിച്ചു 10 വർഷമായിട്ട് അത് മുന്നോട്ട് പോയിട്ടേ ഇല്ല. ഒരു കല്ലെടുത്ത് വെച്ച് സർവകലാശാല ആസ്ഥാനം അത് ഇന്നടുത്ത് തുടങ്ങുകയാണ്, വിളപ്പിശാലയിലാണ് എന്ന് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സ്ഥാപനമില്ല. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ നിർമ്മാണം പെട്ടെന്ന് പൂർത്തീകരിക്കുമ്പോൾ അത് നമ്മുടെ ഇടങ്ങളിലുള്ള കുട്ടികൾ കൂടിയല്ലേ പ്രയോജനം കിട്ടുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമൊക്കെ നമ്മൾ തുടങ്ങി. ഇപ്പോൾ വിളപ്പിശാലയുടെ കാര്യം പറയുമ്പോഴാണ് മാലിന്യ സംസ്കരണത്തിന് മറ്റുമായി ഇപ്പോൾ നഗരങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം നഗരത്തിൽ നിന്ന് എല്ലാം മാലിന്യം കൊണ്ടുപോയി പുറന്തള്ളുന്നത് മറ്റ് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണ്. അതൊരു വലിയ പ്രശ്നമാണ്. എന്തൊക്കെയാണ് ഇനിയുള്ള പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട്? നമ്മുടെ ഈ മാലിന്യ നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലമുണ്ട്, അതിപ്പോഴും അങ്ങനെ അടഞ്ഞു കിടക്കും. അത് നഗരസഭയുടെ അണ്ടറിലുള്ള സ്ഥാപനമാണ്. മേയർ ഉൾപ്പെടെയുള്ളവരെ കാണണമെന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ആലോചനയിലുണ്ട്. ആ സ്ഥലം ഇപ്പോൾ നഗരസഭയുടേതാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിന് വിട്ടുകിട്ടാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുമായി സഹകരിച്ച് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തെ കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട്. നമ്മളത് ഇടപെട്ട് കൈകാര്യം ചെയ്തു. മാലിന്യ സംസ്കരണം പഞ്ചായത്തിൽ ആകമാനം വരുന്ന ഈ വിഷയം അതൊരു വലിയ പ്രശ്നമാണ്. അത് പഞ്ചായത്തുകൾ നേരിട്ട് കൈകാര്യം ചെയ്താൽ ത്രിതല പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ കൂടെ സഹകരണത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു MLA എന്നുള്ള നിലയിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പഞ്ചായത്ത് അത് ആ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു മാലിന്യ പ്രശ്നത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ വിഷയങ്ങളിലും കൂട്ടായിട്ടുള്ള പ്രവർത്തനം മാത്രമേ സാധ്യമാകൂ, വിജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ഒരു PR വർക്ക് നടത്തി ഞാനിത് ചെയ്തു, എൻ്റെ കഴിവുകൊണ്ടാണെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം, അതേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ഈ വിജയം സാധ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയമാണ് ടൂറിസം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് തന്നെ കോവളവും എല്ലാം അടുത്തടുത്താണ് എല്ലാം. ഇപ്പോൾ കാട്ടാക്കടയിൽ ടൂറിസം എന്തിനാ അങ്ങനെയല്ലല്ലോ, അതുവഴി ഗതാഗതം വേണം. അതിപ്പോൾ പറഞ്ഞു. ടൂറിസം വികസനത്തിന് എന്തെല്ലാമാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത്? നമ്മുടെ അവിടെ ശാസ്താംപാറ എന്ന് പറഞ്ഞൊരു അവിടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇത്രയും നമ്മളിപ്പോൾ പൊന്മുടിയിലോ ഒക്കെ ചെന്ന് നിൽക്കും പോലത്തെ ഒരു പ്രതീതി അവിടെ കിട്ടുന്നു. പല സ്ഥലത്തും ഇങ്ങനെ സ്ഥലങ്ങളുണ്ട് അവിടെ പ്രാദേശികമായ ടൂറിസം നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഈ വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഈ ടൂറിസം പദ്ധതിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒരുപാട് കാശ് അനുവദിച്ചു എന്നൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവിടെ കാണാനില്ല. ചെറിയ ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളുണ്ട്. അതിൻ്റെ വിപുലമായ സാധ്യതകളെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ഈ ഏറ്റവും അടുത്ത ഭാഗത്ത് തന്നെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ജനങ്ങളെ ബോധവാന്മാരാക്കണം. നമ്മളിപ്പോൾ ഈ നമ്മുടെ ഒരു ശാസ്താംപാറ അവിടെ നമ്മൾ കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച് രാജ്യത്തുള്ള മുഴുവൻ വിനോദസഞ്ചാരികളും വരുമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷെ അതിൻ്റെ ഈ ശാസ്താംപാറയുടെ വികസനത്തിന് വേണ്ടി അവിടെയുള്ളവർക്ക് പ്രാദേശിക ടൂറിസം കേന്ദ്രം അതിനുവേണ്ടിയുള്ള വിനോദ കേന്ദ്രമായി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്തവണ വരുമ്പോൾ താങ്കളിപ്പോൾ UDFൻ്റെ പ്രതിനിധിയായി വരുന്നു. കേരളത്തിലും UDF സംഘമാണ് വന്നിരിക്കുന്നത്, VD സർക്കാർ. അപ്പോൾ കുറേ ഗുണങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒത്ത് പോകുമ്പോഴാണ് എല്ലാം നടക്കാൻ സാധിക്കും. അപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിലൊന്നും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. പല സ്ഥലത്തും ഒരു നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ UDF ആണെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഫണ്ടിൻ്റെ വിനിയോഗങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചൊരു വിവരമാണ് ഞങ്ങൾക്ക്. ഫണ്ട് കിട്ടുന്നതിലൊക്കെ പരിമിതികളുണ്ട്.
ഇപ്പോൾ ഇത്തവണ അതില്ല. എങ്ങനെയാണ് യു ഡി സർക്കാരിലെ പ്രതീക്ഷ എങ്ങനെയാണ്? എല്ലാ ഒത്തിണക്കത്തോടെ വി ഡി സർക്കാർ മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ഈ കാശിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല വികസനം. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. നമ്മൾ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവിടെ, ഒരുപാട് ദാരിദ്ര്യരേഖ താഴെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരുടെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നൊന്നായി പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ഒരാളൊരു രോഗിയായി ആശുപത്രിയിൽ പോയാൽ അയാൾക്ക് കിട്ടുന്ന ചികിത്സയ്ക്കടക്കം ലക്ഷക്കണക്കിന് രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി കൊടുക്കാനുള്ള സംവിധാനം, ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായാൽ ഇദ്ദേഹത്തിന് കടം വാങ്ങേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പണയം വെച്ച് കാശെടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തിക ഭദ്രത കോട്ടം വരാൻ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ നേട്ടം ഉണ്ടാവുകയാണ്. കുട്ടികളുടെ പഠനകാര്യം, കുട്ടികൾ പഠിച്ചവർ ഉന്നത നിലവാരത്തിലെത്തുന്ന സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷത്തിന് മാറ്റം വരികയാണ്. അത് നമ്മുടെ ഒരു വലിയ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് വികസന കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കാട്ടാക്കടയിൽ താലൂക്ക് ആസ്ഥാനം വരുന്നത്. കാട്ടാക്കട താലൂക്ക് അന്ന് കാട്ടാക്കടയിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികളല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല. അതെല്ലാം ഈ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാൻ ശ്രമിക്കും. അടിസ്ഥാന സൗകര്യ വികസനം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഹൈടെക് റോഡുകളുടെ വികസനമുണ്ട്. റോഡുകളുടെ വികസനം തന്നെ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ നിലവാരത്തിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അതിൻ്റെ കാര്യത്തിലടക്കം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇടപെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ധാരാളം കാര്യങ്ങളാണ് മനസ്സിലുള്ളത് അല്ലേ? നമ്മുടെ മനസ്സിലുണ്ട്, അതെല്ലാം നടപ്പിലാക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ്. തീർച്ചയായും. അപ്പോൾ അടുത്ത കൂടെ നൽകുകയും ചെയ്യും. ജനങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പം 5 വർഷത്തേക്ക് തന്ന ഒരു അവകാശം, 5 വർഷം അതിൻ്റെ കഴിവിൻ്റെ പരമാവധി 5 വർഷം കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത്. അതെ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം പാവങ്ങൾക്ക് വേണ്ട ഒരു പ്രത്യേകതയാണ്. അതിൽ ആശുപത്രികളൊക്കെ ഹൈടെക്കായി വരികയാണ്. നമുക്ക് തന്നെ അറിയാം, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരൊക്കെ കുറവാണ്. ഇപ്പോൾ എല്ലാം അസുഖം മാറാൻ വേണ്ടി ഹൈടെക് ആശുപത്രികൾ കണ്ടുപിടിക്കുക. പാവങ്ങൾക്ക് ആശ്രയം മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത്. മെഡിക്കൽ കോളേജ് അതിൻ്റെ ശോചനീയാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കാട്ടാക്കട താലൂക്ക് ആശുപത്രി ഒരു കെട്ടിടം നിർമ്മിച്ചു ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അവിടെ ഡോക്ടർമാരില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, മരുന്നില്ല. കെട്ടിടം വയ്ക്കുന്നതുകൊണ്ട് ഹൈടെക് ആകുന്നില്ലല്ലോ. അപ്പോൾ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകണം, മരുന്നിൻ്റെ സേവനം ലഭ്യമാകണം. സാധാരണ ആളുകൾക്ക് അവിടെ ആശുപത്രിയിൽ വന്നാൽ അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. എല്ലാ നിവേദനം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി നമ്മൾ വിവിധ മന്ത്രിമാർ ഒത്തുചേർന്ന് ഈ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ ഒത്തിണക്കത്തോടെ മുന്നോട്ട് പോകുന്നതിനാണ് താങ്കളുടെ പ്രതീക്ഷ? എങ്ങനെയാണ് പുതിയ സർക്കാരിലുള്ള പ്രതീക്ഷ? MLA എന്നുള്ളത് UDF MLA തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെയാണ് മനസ്സിൽ ഓക്കെ ആവും? അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ടോ ഈ ഒരു മന്ത്രിസഭ? അത് ഈ മന്ത്രിസഭ വരുമ്പോൾ മാത്രമല്ല, UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബഹുമാന്യനായ അന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം VD സതീശൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് അദ്ദേഹം ഒരിക്കലും ഞാൻ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞില്ല. ടീം UDF ആ കാര്യത്തിൽ എന്താ തർക്കം? ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ആരെങ്കിലും മോശക്കാരുണ്ട്? എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടവരില്ല. ആ കാര്യത്തിൽ നമ്മുടെ മന്ത്രിമാരെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ അവർ ഐക്യത്തോടെ പ്രവർത്തിക്കും. എല്ലാ വകുപ്പുകളും ഒന്നിച്ചു പോകുമെന്നുള്ളതല്ലേ ഒരു സാധാരണ ജനപ്രതിനിധി എന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. സംശയം എന്തോ? അടുത്ത ഒരു 5 വർഷം തകർക്കും, അങ്ങനെയാണ്. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. കേന്ദ്ര ഫണ്ടുകൾ ധാരാളം നൽകുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയിലായാലും എല്ലാ കാര്യത്തിലും ഫണ്ട് കേരളത്തിലെ ഖജനാവ് തന്നെ കാലിയാണ്. അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. എങ്ങനെയാണ് കേന്ദ്ര സഹായങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ഇത് പറയുമ്പോഴേ ഞാൻ ആരെയും വിമർശിക്കുന്നത് ശരിയല്ല, ഞാൻ ആ താല്പര്യമില്ല, എങ്കിലും പറയാതെ വയ്യ. ഞാൻ 2010-15 കാലഘട്ടങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗമായിരുന്നു. അതെ. അപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന റോഡുകളുടെ വികസനം PMGC, പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന, അത് ജില്ലാ പഞ്ചായത്തുകൾ വഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായിരുന്ന പള്ളിച്ചൽ ഡിവിഷനിൽ 8-10 റോഡുകൾ, അത് കോടിക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് 1 കോടി 2 കോടി 2.5 കോടി അത്ര, അത് എസ്റ്റിമേറ്റ് എടുക്കുന്ന അതിന് തുക. അന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനിൽ 8-10 റോഡുകൾ അനുവദിക്കുന്നു. ഞാനല്ല അനുവദിക്കുന്നു, പക്ഷേ എന്നിലൂടെ ആ പ്രവർത്തനം അവിടെ സാധ്യമാകാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ
സാധ്യമാകാൻ അവിടെ എം പി ഫണ്ട് കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. ഞങ്ങളുടെ സമയത്ത് ഈ പദ്ധതി വരുന്നതും പോകുന്നതും ശ്രദ്ധിക്കാതെ പോകും ജനപ്രതിനിധി. അന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പം ഞാൻ പേരെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ വേണം ചെന്ന് പരിശോധിക്കാം. അത്ര റോഡുകളുടെ നിർമ്മാണം അന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തിരിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിൽ അവിടുത്തെ എം പി ഉണ്ട്, നമ്മുടെ ബഹുമാന്യനായ അടൂർ പ്രകാശ്. അദ്ദേഹം UDF കൺവീനർ എന്നുള്ള നിലയിൽ, അദ്ദേഹം അവിടുത്തെ എം പി എന്നുള്ള നിലയിലും ആ മണ്ഡലം ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റോഡുകൾ, ഞാൻ ഈ പറഞ്ഞ PMGS പദ്ധതി പ്രകാരമുള്ള ഒട്ടനവധി റോഡുകൾ നിർമ്മാണ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതുവഴി കേന്ദ്ര പദ്ധതികളെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. ഉറപ്പല്ല. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം കൂടി, ഇതെല്ലാം ഇപ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, റോഡ് ഗതാഗതം, ആശുപത്രി എല്ലാം പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും നമ്മൾ പ്രഖ്യാപിക്കുന്നു, നടപ്പാക്കുന്നു. ഇതെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ അറിയാം, മൊബൈലൊന്നും ഇല്ലാത്ത സാധാരണ ആളുകൾ കൂടിയുണ്ട്. മൊബൈൽ എല്ലായിടത്തും ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ എവിടുന്നാണ്. ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ, നമ്മൾ അതും പറയാതെ വയ്യ, കേന്ദ്ര സർക്കാർ പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, കേരളത്തിൽ അറിയാതെ പോകുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്താണ് ജനപ്രതിനിധികൾ? ഞങ്ങൾ അറിഞ്ഞില്ല, അല്ലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതൊക്കെ ഉണ്ടായിരുന്നോ, ഈ MLA ചെയ്തല്ലേ, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയണം. എന്ത് ചെയ്യും? ഞാൻ ഇത് പ്രധാനപ്പെട്ട ഇതിപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികളും പലരുടെയും അഭിപ്രായം നമ്മൾ പറയുന്നത് ഒരുപാട് അഭിപ്രായം. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു സാധാ മൊബൈൽ ഫോൺ കൈവശം ഇല്ലാത്തവർ പോകും, ആ സമയത്താണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ആർക്കാണ്, ചെറുപ്പക്കാരുടെ കരങ്ങളിലേക്ക് വിഷയത്തിൽ. പക്ഷേ ഏറ്റവും പാവപ്പെട്ടവൻ ഇതൊന്നും അറിയാതെ പോകും. കാട്ടാക്കടയിൽ MLA ഓഫീസുണ്ട്, അത് നിരന്തരം ഇതിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും കരങ്ങളിലേക്ക് ഇത് എത്തിക്കുന്ന ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വഴിയെ സാധിക്കും. അവരുടെയൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും അത്തരത്തിലുള്ള സംവിധാനവും, അത് ഒരു 6 മാസത്തിനിടവിട്ടെങ്കിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ, എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ശ്രീ MR ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പദ്ധതികളാണ്. പുതിയ MLA ആണ്, ആദ്യമായാണ് വരുന്നത്. പക്ഷേ മുൻ പരിചയമുണ്ട്, ജില്ലാ പഞ്ചായത്തിലൊക്കെ പ്രവർത്തിച്ച പരിചയമുണ്ട്. നാട്ടുകാരനായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു പൾസ് അറിയാം. ആ പ്രവർത്തന മേഖല 25 വർഷമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു പോകാത്ത വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സറിയാം, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നറിയാം. പല പദ്ധതികളും, സ്വപ്ന പദ്ധതികളും അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. എല്ലാം പൂർത്തീകരിക്കും, ജനങ്ങൾക്ക് വേണ്ടിയാണ് MLA എന്നാണ് MR ബൈജു പറയുന്നത്. ഏതായാലും പദ്ധതികളെല്ലാം പൂർത്തിയാകാൻ സാധിക്കട്ടെ. അടുത്ത മൂഴം അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിന് തന്നെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് ചാൻസ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്, അല്ലേ? താങ്ക് യു സോ മച്ച്.